റേസർ പേയിൽ പുതിയ സെല്ലേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളായി റേസർ പേ പുതിയ സെല്ലേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നില്ലായിരുന്നു. അതായത് പുതിയതായിട്ട് വരുന്ന സെല്ലേഴ്സിനൊന്നും റേസർ പേ യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കുന്നില്ലായിരുന്നു. GSTയും എല്ലാം കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അവിടെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ റേസർ പേയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്കത് പെട്ടെന്ന് അപ്രൂവലായി കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റേസർ പേയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റേസർ പേയിൽ നമുക്ക് മെയിനായിട്ടുള്ളത് പേയ്മെൻറ്റ് ലിങ്ക്സും പേയ്മെൻറ്റ് പേജസുമാണ്. പേയ്മെൻറ്റ് പേജസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്യാമോ അവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പേയ്മെൻറ്റ് പേജ് ആയിരിക്കും ചെല്ലുക. അപ്പോൾ നമ്മൾ ഒരാളടുത്ത് ഗൂഗിൾ പേ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം റേസർ പേയുടെ രീതിയിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ പേയ്മെൻറ്റ് പേജസ് വഴി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇമെയിൽ ID-യും അതുപോലെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്തൊക്കെ വരും എന്നുള്ളത് കാണിക്കും. ഈ UPI ഉണ്ട്, അതുപോലെ വാലറ്റ്സ് ഉണ്ട്, അത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. EMI ഉണ്ട്, പേ ലേറ്റർ ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഇനി കാർഡുണ്ട്, ഇനി ഫോൺ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് UPI സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ എല്ലാം റേസർ പേയിൽ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ റേസർ പേ സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റേസർ പേ എല്ലാവരും അന്വേഷിച്ച് നടന്നതിൻ്റെ കാരണവും അവരുടെ ഒട്ടുമിക്ക പേയ്മെൻറ്റ്സും സക്സസ്ഫുള്ളാണ്, ഫെയിലിയേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് പേജസ് ഇതാണ്. പേയ്മെൻറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പേയ്മെൻറ്റ് ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ നമുക്ക് പേയ്മെൻറ്റ് ഇട്ട് തരാമെന്ന് പറയുന്നു. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ പേയ്മെൻറ്റ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് UPI പേയ്മെൻറ്റ് സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് ലിങ്കും UPI പേയ്മെൻറ്റ് ലിങ്കും ഉണ്ട്. UPI എന്ന് പറയുമ്പോൾ UPI വഴി മാത്രം പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന രീതിയാണ്. സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് ലിങ്ക് എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 9,999 രൂപ വേണം. ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഓക്കെ, ഇനി എനിക്ക് ആ കസ്റ്റമറിന് ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് SMS ആയിട്ടും അത് പോകും. അപ്പോൾ അത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്പയറി വെക്കാം. ഈ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ഒരു നെക്സ്റ്റ് 3 ഡേയ്സിനുള്ളിൽ അത് എക്സ്പയർ ആയി പോകും എന്നുള്ളത് വെക്കാം. പിന്നെ ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. അതായത് ഇട്ട് കൊടുക്കുന്ന ആൾക്ക് ഇപ്പം 10,000 രൂപ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നിടത്ത് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പേയ്മെൻറ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലും വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് ക്രിയേറ്റ് പേയ്മെൻറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ലിങ്കിൻ്റെ ഒരു കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഈ ഒരു പേജ് ഇങ്ങനെയായിരിക്കും വരിക. ഡേറ്റ് ഉണ്ടാവും, എക്സ്പയർഡ് ബൈ ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സർവീസസിൻ്റെ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ഫുള്ളും പേയ്മെൻറ്റ് പാർട്സും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ല നമ്മൾ ഇപ്പോൾ അതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഒരു മിനിമം എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് പേജസും പേയ്മെൻറ്റ് ലിങ്ക്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പേയ്മെൻറ്റ് ബട്ടൺസ് ഉണ്ട്. പേയ്മെൻറ്റ് ബട്ടൺസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വെബ്സൈറ്റുകളിലും നമുക്ക് ഓരോ പേയ്മെൻറ്റ് ബട്ടൺസ് കൊണ്ടുവന്ന് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബൈ നൗ ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ എടുത്തു. ഇത് യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കോഡ് കിട്ടും. ഈ കോഡ് കോപ്പി ചെയ്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേയ്മെൻറ്റ് ബട്ടൺ വരും. അവിടെ പേ നൗ കൊടുത്തു കഴിഞ്ഞാലും റേസർ പേയിലേക്ക് തന്നെ വരും. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ വേണമെങ്കിലും പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാം. അതായത് എല്ലാ മാസവും നമുക്ക് ഒരു നമ്മുടെ ക്ലയൻറ്റ്സ് എല്ലാ മാസവും 1,500 രൂപ വെച്ച് തരുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ മോഡൽ പേയ്മെൻറ്റ്സും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് റേസർ പേയിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് തുടങ്ങുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ഇ-കൊമേഴ്സ് റിലേറ്റ് ചെയ്തുള്ള ന്യൂസുകളൊക്കെ നമ്മളിതുപോലെ വീഡിയോസിലൂടെ തരുന്നതാണ്. താങ്ക് യു.